ഞാൻ സുബ്രഹ്മണ്യ മാസ്റ്റർ മാത്തമാറ്റിക് ആൻഡ് സയൻസ് ക്ലബിൻ്റെ സാരഥിയാണ്. മൊബൈൽ നമ്പർ 8139062370. ഇതുമുതൽ ഞാൻ എൻ്റെ പുതിയ കഥ ആരംഭിക്കുന്നു. കഥയുടെ പേരാണ് പീഡന നിർണയ യന്ത്രം അഥവാ റേപ്പ് മെഷറിംഗ് മെഷീൻ. രാഹുൽ ഒരു ബാങ്ക് ഓഫീസറാണ്. ആ രാഹുല് വളരെയധികം വായനാശീലമുള്ള ഒരു വ്യക്തിയാണ്. മലയാളം പുസ്തകം മാത്രമല്ല, ഇംഗ്ലീഷ് പുസ്തകങ്ങളും വളരെയധികം വായിച്ചിട്ടുള്ള രാഹുലിന് തൻ്റെ ഭാവനയിൽ തോന്നിയ ഒരു കഥയാണ് ഇവിടെ അവതരിപ്പിക്കുവാനായി രാഹുല് ശ്രമിക്കുന്നത്. രാജസേനൻ എന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലൂടെ കടന്നു പോയ ഈ പീഡനങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ പീഡനങ്ങൾ യഥാർത്ഥമാണോ അഥവാ നുണയാണോ എന്ന് അറിയുന്നതിന് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോയി. അങ്ങനെയുള്ളതായിട്ടുള്ള രാജസേനൻ ഒരു പുസ്തകത്തിൽ കണ്ട 1825 കണ്ടുപിടിക്കപ്പെട്ട ഒരു യന്ത്രം ആണ് റേപ്പ് മെഷറിംഗ് മെഷീൻ. ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ഈ യന്ത്രം കണ്ടുപിടിച്ചത്. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ യന്ത്രം പണ്ടുകാലങ്ങളിൽ പ്രഭുക്കന്മാരുടെയും അതേപോലെ ചക്രവർത്തിമാരുടെയും അതേപോലെ തന്നെ രാജാക്കന്മാരുടെയും ഇടയിൽ തൻ്റെ സാമ്രാജ്യത്തിലേക്ക് കയറി വരുന്നതായിട്ടുള്ള വധുക്കന്മാരും അതേപോലെ തന്നെ വരന്മാരും പരിശുദ്ധരാണോ എന്ന് അറിയുന്നതിന് ഈ യന്ത്രം ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തി. അന്ന് ഈ യന്ത്രത്തിന് അധികം പ്രചാരം ഉണ്ടായിരുന്നില്ല. കാരണം ഉന്നത തലങ്ങളിൽ മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കാലഘട്ടം മാറി. ഇന്ന് ദിവസം പ്രതി പീഡന പരമ്പരകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ്റിനും അതേപോലെ തന്നെ സിനിമാ മേഖലയിലും അതേപോലെ തന്നെ പല മേഖലകളിലും പീഡനങ്ങൾ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുന്നു. പോലീസുകാർക്ക് ഇത് ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്ത് ഈ ഒരു യന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ വളരെ എളുപ്പം തന്നെ പീഡിപ്പിക്കപ്പെട്ടുവോ അതോ നുണയാണോ എന്ന് അറിയുന്നതിന് ഈ യന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് രാജസേനൻ മനസ്സിലാക്കി. അതിൻ്റെ ഫലമായി രാജസേനൻ ഗവൺമെൻറ് വ്യക്താക്കൾക്ക് ഒരു കത്ത് എഴുതുകയാണ്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു യന്ത്രം എൻ്റെ പക്കലുണ്ട്. ഇത് പീഡനത്തിന് വിധേയമായ വ്യക്തികളെ കണ്ടെത്തുന്നതിനുള്ള ഒരു യന്ത്രമാണ്. ഇതിനെ പ്രവർത്തിപ്പിക്കുവാനുള്ള ഒരു അനുമതി എനിക്ക് നൽകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് ഒരു കത്ത് നൽകി.
ഈ യന്ത്രം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് വ്യക്തിയാണോ പീഡനത്തിന് വിധേയമായത് ആ വ്യക്തിയുടെ ശരീരത്തെ ഈ യന്ത്രം ഘടിപ്പിക്കുകയാണെങ്കിൽ, എവിടെയാണോ പീഡനം നടന്നത് ആ ഭാഗത്ത് യന്ത്രത്തിലെ ചുവന്ന ലൈറ്റും പീഡനം നടക്കാത്ത ഭാഗത്ത് പച്ച ലൈറ്റുമാണ് പ്രകാശിക്കുക. ഒരു വ്യക്തിയുടെ ശരീരത്തെ ഇത് ഘടിപ്പിച്ച് പൂർണ്ണമായും പച്ച ലൈറ്റാണ് കത്തുന്നത് എങ്കിൽ ആ വ്യക്തി പൂർണ്ണമായും പീഡനത്തിന് വിധേയമല്ലാത്ത വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം. അല്ലാതെ ചില സ്ഥലങ്ങളിൽ ചുവപ്പും ചില സ്ഥലങ്ങളിൽ പച്ചയും ആണ് കത്തുന്നത് എങ്കിൽ അല്പം പീഡനത്തിന് വിധേയമായി എന്നും, പൂർണ്ണമായും ചുവന്ന ലൈറ്റാണ് കത്തുന്നത് എങ്കിൽ പൂർണ്ണമായും ആ വ്യക്തി പീഡനത്തിന് വിധേയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു യന്ത്രത്തിൻ്റെ കഥയാണ് രാജസേനൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്.